റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിന്റെ മാത്രമല്ല തെന്നിന്ത്യയിലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ, അങ്ങനെ വേണേൽ നമുക്ക് പറയാം, ഒരു സൂപ്പർ ഹീറോയിൻ, ദ ലെജൻഡ് ആക്ട്രസ് അംബിക. ചേച്ചി, അംബിക എന്ന് പറയുന്ന നടി സൂപ്പർ സ്റ്റാർ ആയിട്ട് തിരക്ക് പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേച്ചിയുടെ സിനിമയിലൂടെ അല്ലെങ്കിൽ ചേച്ചിയുടെ കൺമുന്നിലൂടെ സൂപ്പർ സ്റ്റാറായ നടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ട് അല്ലെ? അതിലൊന്ന് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടനാണ്. രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു. രാജാവിന്റെ മകനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനുള്ളത്? രാജാവിന്റെ മകൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ലാലേട്ടനും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു ഹീറോ പദവി എടുത്തിട്ട് ആദ്യമായിട്ട്, കാരണം കേൾക്കാത്ത ശബ്ദത്തിൽ ഡയറക്ടർ ബാലചന്ദ്ര മേനോൻ ഡയറക്ഷനിൽ ഞങ്ങളൊരു പടം ചെയ്തിട്ടുണ്ട്. പുള്ളി ആദ്യമായിട്ട് ഡുവറ്റ് പാടുന്ന അതിലാണല്ലോ. അതെ. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഒരു വലിയ ഒരു നമ്മൾ പറയില്ലേ, ഒരു ഭാരം ചുമരിലെടുത്ത് ഒരു വലിയ ഹീറോ ആയിട്ട് ടോട്ടൽ ഫിലിം ആ ക്യാരക്ടറിൻ്റെ വിൻസെന്റ് ഗോമസിന്റെ പുറത്താണ്. ആ വിൻസെന്റ് ഗോമസ് ആയിട്ട് ലാലേട്ടൻ മാറുമ്പോൾ ഉള്ള ആ ഒരു ആദ്യ പടമാണ്. ദൈവമേ, നന്നായിട്ട് ആ ഒരു ടെൻഷൻ പുള്ളിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സിൽ അവസാനം മറ്റേ ഇതെടുത്തിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരില്ലേ, അതില് മറ്റേ ഷൂട്ട് ചെയ്യുന്ന പോലെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലൊന്നിട്ട് ഇതൊക്കെ വീണിട്ട് അതൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് നമ്മ അന്നൊക്കെ വന്നിട്ട് ഈ പൊട്ടിത്തെറിക്കുന്ന സാധനം നമ്മുടെ ദേഹത്ത് വെക്കുമല്ലോ, ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതൊക്കെ ചെയ്തിട്ട് സ്കിന്നൊക്കെ ഇളകിയിട്ടുണ്ട്. ആ ഒരു സിനിമ അതായത് ഇങ്ങനെ സക്സസ് ആകും എന്ന് നിങ്ങൾ ആരെങ്കിലും ഇത്രയും വലിയൊരു ഹിറ്റ് ആകും എന്നൊക്കെ ആ സമയത്ത് വിചാരിച്ചിരുന്നോ? എനിക്ക് തോന്നിയിരുന്നു. കാരണം ഷൂട്ടിംഗ് സമയത്ത് ചില പടങ്ങൾ നമ്മൾ പറയില്ലേ, എവിടെയോ ഒരു ലൈറ്റ് എരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആയേ പറ്റൂ, സക്സസ് ആക്കണം. അന്നത്തെ കാലത്തൊക്കെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പോഴാണ് നമ്മളൊരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഈ സോഷ്യൽ മീഡിയ. അത് ഞാൻ ചിലപ്പോൾ വിചാരിക്കും കേട്ടോ, രാജാവിന്റെ മകൻ, ഒരു നോക്ക് കാണാൻ, 20-ാം നൂറ്റാണ്ട്, ഈ പടങ്ങളൊക്കെ ഈ സമയത്തെങ്ങാനുമാണ് ഞാൻ അഭിനയിച്ചു വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ? അതെ. അതുകൊണ്ട് രാജാവിന്റെ മകനിലെ ഡയലോഗ്സ്, ചില സീൻസിലെ ഡയലോഗ്സ് മനപ്പാടമായിട്ട് അറിയാത്ത ഒരു ഓഡിയൻസ് ഇല്ല. ശരിയാ. ഇപ്പോഴും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ, എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യുമ്പോ മൈ ഫോൺ നമ്പർ ഈസ് 2255. രാജാവിന്റെ മകനിലെ ഈ 2255 ഫോൺ നമ്പരാ ഒറിജിനൽ അല്ല. ഇപ്പോ ഞാൻ കേരളത്തിൽ നിന്ന് ഒരു സെൽ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊരു നമ്പർ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കറിയാം 2255 അല്ലേ, ഉണ്ടെന്ന് നോക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞു. നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി അവസാനം 2255 ഉണ്ടെന്ന് പറഞ്ഞ് ആ നമ്പർ ഞാൻ എടുത്തു. അത് നമ്മുടെ മലയാളികൾക്ക് വേണമെങ്കിൽ 2255 വിളിച്ച അംബിക ചേച്ചിയെ അതിന് മുമ്പലത്തെ നമ്പർ അറിയണ്ടേ, കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് 2255 ചെയ്ത നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയ നായികയുമായിട്ട് സംസാരിക്കാം. പിന്നെ അതിൽ വേറെ, അതായത് ആൻസി എന്ന് പറഞ്ഞ ക്യാരക്ടർ രാജുമോൻ എന്നോട് ചോദിച്ചു. അതെ, രാജുമോനുമായിട്ട് ഞാൻ ഒരു 7-8 മാസം മുമ്പ് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് കുട്ടിയുടെ ഒറിജിനൽ പേര് അറിയില്ല, രാജുമോനെന്നേ അറിയാം. അപ്പൊ ഞാൻ എയർപോർട്ടിൽ വെച്ച് ഒരാളിനെ മീറ്റ് ചെയ്യണു. ആ പുള്ളിക്കാരൻ വന്നിട്ട് രാജുമോന്റെ ഫ്രണ്ടാണ്. രാജുമോന്റെ പേര് പ്രക്ഷോഭ് എന്ന് അങ്ങനെ എന്തോ തോന്നുന്നു. അപ്പൊ പറഞ്ഞു, ചേച്ചി ഞാൻ വന്നിട്ട് പ്രക്ഷോഭിന്റെ ഫ്രണ്ടാണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, പ്രക്ഷോഭ് ആരാന്ന്? ഓ, ചേച്ചിക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, ചേച്ചിയുടെ രാജുമോന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്പർ വാങ്ങിച്ച് ഞാൻ സംസാരിച്ചു. പുള്ളി എറണാകുളത്തുണ്ട്. അത് ശരി. പിന്നെ അതുപോലെ തന്നെ ഒരു സിനിമയാണ് എടുത്തു പറയുന്നത് 20-ാം നൂറ്റാണ്ട് അല്ലെ, സാഗർ ഏലിയാസ് ജാക്കി. ശരിക്കും പറഞ്ഞ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു മൈൽ സ്റ്റോൺ സിനിമകളിൽ ചേച്ചി ഒരു ഭാഗമായിരുന്നു. മമ്മൂക്കയും അതുപോലെ തന്നെയായിരുന്നു അല്ലെ. നമുക്ക് കാണാൻ എന്ത് വലിയ ഹിറ്റ് ഫിലിമാ. ബേബി ശാലിനി 2 റോൾ അഭിനയിച്ചില്ലേ, ചിന്നിക്കുട്ടി ഉറങ്ങിയില്ലേ എന്നൊരു പാട്ട്, എന്ത് ഫേമസ് ആണ്. ഇനക്കിളി, അത് അതൊക്കെ ആ സമയത്തൊക്കെ മമ്മൂക്ക പിന്നെ ഭയങ്കര ബിസി അല്ലേ. ബിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ മമ്മൂക്കയെ കിഡ്നാപ്പ് ചെയ്ത് എടുത്തോണ്ട് പോയിട്ട് വേണം ഷൂട്ട് ചെയ്ത് തിരിച്ചുകൊണ്ട് കൊടുക്കാൻ. അത്ര ബിസി ആയിരുന്നു ആ സമയത്ത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ സമയത്ത് അത്രയും ബിസി ആയിട്ട് 1 മണിക്കൂറിന് അടർത്തി എടുത്തിട്ട് പോകുന്ന രീതിയിൽ ബിസി ആയിട്ടുള്ള 2 പേരും, ഒന്ന് മമ്മൂക്ക, ഒന്ന് ജഗതി ചേട്ടൻ. അന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ 1 മണിക്കൂറൊക്കെ 2 മണിക്കൂറൊക്കെ എന്ത് ചെയ്യാനാ ഫിനിഷ് ചെയ്ത് കൊടുക്കണ്ടേ എന്നൊക്കെ പറയാം. പിന്നെ നമ്മളത് അനുഭവിക്കുമ്പോഴാണ് മനസ്സിലായത്. ഞാൻ 3 ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. 7 to 9, 9 to 2, നൈറ്റ് 9 to 2 ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, തമിഴ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം அந்த സീനില് ഒരു ഷോട്ട് മിസ്സിങ്, ഉടനെ ഇവിടെ നിന്ന് അവിടെ പോയി അത് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ഷിഫ്റ്റൊക്കെ വരുമ്പോൾ ആ സിനിമയോടുള്ള ഇഷ്ടം, ആ പ്രൊഫഷനോടുള്ള ആ ഒരു ആർത്തി എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ ചെയ്യുന്നതാണ്. കമ്മിറ്റ്മെന്റ് ചെയ്തു കൊടുക്കണം. മെയിൻ തിങ് ഈസ് കമ്മിറ്റ്മെന്റ്.
കമ്മിറ്റ്മെന്റ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ പെർഫോമർ ആരാണ് എന്നറിയാനുള്ള സമയമാണ്. ഏത് കലാകാരിയാണ് നമ്മളെ രസിപ്പിക്കാൻ വരണേ നമുക്ക് നോക്കണ്ടേ. അപ്പൊ എന്തായാലും ചെറിയൊരു നമ്മുടെ ഒരു യാത്രയിലൂടെ നമ്മളൊരു വിഷ്വൽ റെഡിയാക്കിയിട്ടുണ്ട്, അതൊന്ന് കണ്ടു കളയാം. എൻ്റെ പേര് ഓമന. എൻ്റെ നാടാണ് എറണാകുളം അയ്യമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിവിടെയാണ് വളർന്നതും ഞങ്ങളുടെ നാടും ഇവിടെ തന്നെയാണ്. അഞ്ച് വയസ്സിലാണ് ഞാൻ ഈ കലാരംഗത്ത് വന്നെങ്കിലും 40 കൊല്ലമായി ഞാനിപ്പോൾ ഈ ഫിഗർ ഷോ കാഴ്ചവെക്കാൻ തുടങ്ങിയിട്ട്. അത് സ്റ്റേജുകളിലും ഒക്കെ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഒത്തിരി പ്രോത്സാഹനങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. ഇതെൻ്റെ മൂത്ത സഹോദരൻ, ഇത് രണ്ടാമത്തെ സഹോദരൻ്റെ വൈഫ്, ഇതെൻ്റെ ശിഷ്യൻ. റെഡ് കാർപ്പറ്റിലേക്ക് ഒരവസരം എല്ലാ സ്ത്രീകൾക്കും പ്രായപരിധിയില്ലാതെ ഏതൊരു സ്ത്രീക്കും ഒരവസരമാണ് റെഡ് കാർപ്പറ്റിലൂടെ എത്തിയിരിക്കുന്നത്. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങണം. നമ്മൾക്ക് റെഡ് കാർപ്പറ്റിലൂടെ ഈ ലോകം അറിയണം നമ്മളെല്ലാവരെയും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ പരിപാടി നിങ്ങളും കാണണം. ഓക്കെ, ഞാൻ ഓമന. സ്വാഗതം ചെയ്യാം ഓമന ചേച്ചി. എന്തുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം, നന്നായി പോകുന്നു. എന്തായാലും കുഴപ്പമില്ല. എന്നാ നമ്മുടെ നടൻ ജാഫർ ഇടുക്കി, അദ്ദേഹത്തിന്റെ ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നുന്നു. അതിപ്പോ മഞ്ഞായ അല്ലെങ്കിൽ ഇങ്ങനെയല്ല സൗണ്ട് അല്ലേ? പക്ഷെ ഇപ്പൊ എനിക്ക് നോക്കുമ്പോ ഇങ്ങനെ മുഖം നോക്കാൻ ജാഫർക്ക് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ അനുകരണ കലയിലേക്ക് എത്തിപ്പെട്ടത്? ചെറുപ്പം മുതലേ ചേച്ചി ഇങ്ങനെ അനുകരിക്കാറുണ്ടോ? 5 വയസ്സിൽ ഞാൻ ഈ രംഗത്തിറങ്ങിയത്, ഈ കലാരംഗത്ത് 5 വയസ്സിൽ. അപ്പൊ എൻ്റെ അപ്പൻ, അമ്മ, എൻ്റെ ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്, ഞങ്ങൾ ഫാമിലി ഫുള്ളും ഈ രംഗത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 10 വയസ്സ് 11 വയസ്സായപ്പോഴേ എനിക്ക് പണ്ട് മോഹൻലാൽ ഇങ്ങനെ നടക്കണ പോലെയൊക്കെ ഞാൻ നടക്കും. 18 വയസ്സ് ആയപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഫിഗർ വെക്കാൻ തുടങ്ങിയത്. കയറിയിട്ടില്ല അപ്പോഴും സ്റ്റേജിൽ, ഡാൻസ് കളിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ജയ നടക്കണ പോലെ കാണിക്കും, സോമൻ നടക്കണ പോലെ കാണിക്കും, സുകുമാരൻ നടക്കണ പോലെ കാണിക്കും, എല്ലാ നടന്മാരും നടക്കുന്ന പോലെയൊക്കെ കാണിക്കും. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് എനിക്ക് മേക്കപ്പ് ഇട്ട് തരുന്നത് ആദ്യമേ. പിന്നെ എനിക്ക് തന്നെ തോന്നി എല്ലാ നടന്മാരെങ്ങനെ എടുക്കുന്നതല്ലേ നല്ലത്. പിന്നെയാണ് മറ്റേ ഈ കലാഭവൻ മണിയും പിന്നെ ഇന്നസെന്റ് ഡയലോഗ് പറയാറുണ്ടോ? അതെയോ ആക്ഷൻ പറയും ചില സമയത്ത്, വായ തോന്നി ചിലപ്പോൾ പറയും. ഇന്നസെന്റ് ഒരു മിമിക്രിയിലാണ്, മിമിക്രി പരിപാടി ഉണ്ട്. അതില് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം. അപ്പൊ അതിനകത്ത് ഒരു പാട്ടിന്റെ സീനില് ഇന്നസെന്റ് ചേട്ടൻ സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. മറ്റേ പാടിക്കൊണ്ടിരിക്കുമ്പോ പറയുന്നുണ്ട്, എന്റെ കൺട്രോൾ പോണ്ടാ. അപ്പൊ ആ സമയത്ത് പറയുമ്പോ തന്നെ നമ്മള് ആ പേസുമേ ഇങ്ങനെ ഒരു കാട്ടയാണ് വിളിക്കും, എന്റെ കൺട്രോൾ പോണ്ടാ എന്ന് പറയില്ല. അതുപോലെ മറ്റേ കിലുക്കത്തില് അത് എപ്പോഴും ചെയ്യാറുണ്ടോ? ലോട്ടറി അടിച്ച് കാമധേനു ലോട്ടറി റിസൾട്ട് പറയും 8 AL 8 7 പിന്നെ ഇതുവരെ ശരിയാണോ കിട്ടുന്നേട്ടാ? ഇതുവരെ ശരിയാണ്. 1 എന്താ പറഞ്ഞ 1 അടിച്ചൂട്ട. അടിപൊളി അടിപൊളി, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ചെയ്യുന്നത് കാണാനായിട്ട്. ഇന്നസെന്റ് എനിക്ക് തോന്നുന്നു മുഖഛായ അതുപോലെ ഉണ്ട്. പല പ്രാവശ്യം ആൾക്കാർ പറയും, വെറുതെ ഇരിക്കും പറയും, ഇന്നസെന്റിന്റെ ലുക്ക് ഉണ്ടല്ലേ. അതെ അതെ, നന്നായിട്ട് ലുക്ക് ഉണ്ട്. ഈ ഫിഗർ ചെയ്ത ആരെങ്കിലും ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് ആരെയും കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അല്ലെ? പക്ഷെ അവരൊപ്പം അഭിനയിച്ച ആൾക്കാരെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സീമ ചേച്ചി, അവരെ കാണാൻ പറ്റി. അവരൊപ്പം ഞാൻ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഒരു പരിപാടി അഭിനയിക്കുന്ന എല്ലാ ആൾക്കാരെയും എത്രയും വേഗം ഓമനെ കാണട്ടെ, കാണാനൊരു തീർച്ചയായിട്ടും. കാരണം ഇന്നച്ചനും ലാലേട്ടനും ഒക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന ആൾക്കാരാണ്. ജയറാം ആണെങ്കിലും ശരി, ദിലീപ് ആണെങ്കിലും അവരൊക്കെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാരാ. എന്തായാലും ഈ ഒരു ഷോ അതിനൊരു കാരണമായി മാറട്ടെ. ഞങ്ങൾ എല്ലാവരും
ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സന്തോഷം. പിന്നെ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ. ഇന്ന് എല്ലാവരും ആരൊക്കെയാ വന്നിരിക്കണ കൂടെ? എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എൻ്റെ അനിയത്തിയുണ്ട്, എൻ്റെ മകനും ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? ആയിക്കോട്ടെ. നമസ്കാരം, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേച്ചി പേര് പറയൂ. എൻ്റെ പേര് സരസ്വതി. അപ്പൊ സരസ്വതി ചേച്ചിക്ക് എങ്ങനെയാണ് ഈ ചേച്ചിയുടെ കഴിവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമാണ് ചേച്ചി ഫേമസ് ആയാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടം ചേച്ചിയുടെ ഈ പ്രോഗ്രാമിന്, ഞാൻ എല്ലാ പ്രോഗ്രാമിനും ചേച്ചിയുടെ കൂടെ ഞാനാ പോവാറുണ്ട് അല്ലേ? എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ ഹെൽപ്പിനും ഞാനാണ്. ചേച്ചിയുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിട്ട് ഞാനാ ചെയ്യുന്നത്. ഇത് മകൻ. മകൻ പേര് പറയൂ ചേട്ടന്റെ. ദിലീപ്. ദിലീപ് വർക്ക് ചെയ്യുന്നുണ്ടോ? അവൻ ചെറുതായിട്ടൊരു ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതില്. നിങ്ങളൊക്കെ സ്ഥിരം വീട്ടിലിങ്ങനെ ഓരോരോ ഫിഗർ ഷോസ് കണ്ട് രസിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ, ഇന്ന് നമുക്ക് കൂടെ ഒരു അവസരം തന്നിരിക്കുകയാണ്.